ഹായ്, സഹദേവ് മാഷാണ്. ജിയോമെട്രിക്കൽ പാറ്റേൺസിന്റെ ഇത്തവണത്തെ എപ്പിസോഡിൽ ഒരു മാജിക് ആണ്. ഗണിതത്തിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു മാജിക് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് UP തലത്തിലുള്ള കുട്ടികൾക്കും അതുപോലെ ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ അവരവരുടെ ഗ്രൂപ്പിലും ക്ലാസ്സിലും ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമ്പിലൊക്കെ വെച്ച് മറ്റു കുട്ടികളെ ആ ഗ്രൂപ്പിന്റെ ഇടയ്ക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു മാജിക്കാണ്. അപ്പോൾ മാത്സ് തന്നെയാണ്. അതായത് നമുക്ക് പരിചയമില്ലാത്ത ഒരു ഗ്രൂപ്പിൽ നമ്മൾ എത്തിപ്പെട്ടാൽ നമുക്ക് മറ്റു കുട്ടികളെയൊന്നും അറിയില്ല. അപ്പോൾ അവര് വീട്ടിൽ എത്ര പേരുണ്ടെന്നും എത്ര മക്കളുണ്ടെന്നും അതിൽ ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എത്ര ഇതൊന്നും നമുക്കറിയില്ല. ഇനി ഇത് കുട്ടികൾ മാത്രമാക്കണ്ട, കുട്ടികളാണെന്ന് വിചാരിച്ച് മുതിർന്നവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ചും ടീച്ചേഴ്സിന്, മാത്സ് ടീച്ചേഴ്സിന് പിന്നെ ഒരു പുതിയ ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോൾ തീർച്ചയായും മറ്റുള്ളവരത്തേക്ക് ചെയ്ത് അവതരിപ്പിക്കാൻ പറ്റിയ കൃത്യമായി പഠിച്ചുകൊണ്ട് നമുക്കത് നന്നായിട്ട് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാജിക്കാണ്. അപ്പോൾ ഇത് പഠിക്കാനുള്ള പാഠഭാഗവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള തന്നെയാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണ് ഒരു മാജിക്കിലൂടെ കുട്ടികളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് പാഠഭാഗത്തിന്റെ തുടക്കമായിട്ട് അല്ലെങ്കിൽ ഒരു വേക്കപ്പ് ആക്ടിവിറ്റി ആയിട്ട് അങ്ങനെയൊക്കെ രസകരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു മാജിക്കാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ എത്ര പേരെങ്കിലും ആയിക്കോട്ടെ, ഒരു 50 പേരാണെങ്കിൽ 50 പേരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോ നിങ്ങൾ മുന്നിലുണ്ടെന്ന് വിചാരിച്ച് മുന്നിലുള്ളവർക്ക് വേണ്ടിയാണ് അവതരിപ്പിക്കുന്നത്. ഇതാണ്. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ പറയും. അതിനനുസരിച്ച് നിങ്ങൾ ചെറിയ രൂപത്തിലൊരു കൂട്ടുക കുറക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് കിട്ടുന്ന ആൻസറിനനുസരിച്ച് നിങ്ങളെ വീട്ടിൽ എത്ര പേരുണ്ടെന്നും അതിൽ ആൺകുട്ടികൾ എത്രയാണെന്നും പെൺകുട്ടികൾ എത്രയാണെന്നും നമുക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോ തുടങ്ങട്ടെ. നിങ്ങളുടെ കണ്ണുകളുടെ എണ്ണം അതൊരു നമ്പറാണല്ലോ. യെസ്, ചുരുക്കി പറയാൻ നിങ്ങൾക്ക് എത്ര കണ്ണുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ആ നമ്പർ പക്ഷെ വിളിച്ചു പറയരുത്, ഗ്രൂപ്പിലാണെങ്കിലും വിളിച്ചു പറയരുത്, അത് മനസ്സിലിടുക. ആ നമ്പർ അപ്പോൾ ഓരോരുത്തർക്കുള്ള കണ്ണുകളുടെ എണ്ണം അതൊരു നമ്പറാണ്. ആ നമ്പർ ഒന്ന് നമ്മൾ മനസ്സിലിട്ട്, അപ്പോൾ ഒരു കൈ നമുക്കിപ്പോൾ ഒരു നമ്പർ കയ്യിലുണ്ട്, എല്ലാവരുടെ കയ്യിലും. യെസ്, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സുകൊണ്ടൊന്ന് വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മക്കും ഉള്ള ആൺകുട്ടികളുടെ എണ്ണം. അപ്പോൾ ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അയാൾ ഉൾപ്പെടെ എത്ര ആൺകുട്ടികളുണ്ട്, ബോയ്സിന്റെ എണ്ണാണ് ചോദിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ചിലപ്പോൾ മാമന്റെ മക്കളോ ഇളയച്ചന്റെ മക്കളോ അല്ലെങ്കിൽ മറ്റാരെന്തെങ്കിലും സഹോദരങ്ങളോ ഒക്കെ ഉണ്ടായേക്കും. നമുക്ക് അതൊന്നും വിഷയമല്ല. നമ്മളെന്താ ചോദിക്കുന്നത്? ഈ മുന്നിലിരിക്കുന്ന കുട്ടി നിങ്ങളെ അച്ഛനും അമ്മക്കും ഉള്ള ആൺകുട്ടികൾ എന്നാണ്. അപ്പോൾ അതിൽ മാമന്റെ മോനൊന്നും വരില്ല. ഓക്കെ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ഒന്നും കൂടെ പറഞ്ഞ്, നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ എത്ര ആൺകുട്ടികളാണ്, അതൊരു നമ്പറാണ് അല്ലേ, നമ്പറാണ്. ഇനി പെൺകുട്ടികളാണെങ്കിൽ എന്താ നോക്കേണ്ടത്? പെൺകുട്ടികളാണെങ്കിൽ ചേട്ടനും അനിയനുമായിട്ട് എത്ര ആൺകുട്ടികളുണ്ട് എന്നുള്ളതാണ് ആ നമ്പർ വരേണ്ടത്. അപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വ്യത്യസ്ത നമ്പർ കിട്ടിയേക്കും. യെസ്, ആൺകുട്ടികൾ അവരുൾപ്പെടെ എത്ര ആൺകുട്ടികൾ ചേട്ടനും അനിയനുമായിട്ടുള്ളവരെയൊക്കെ എണ്ണം എടുക്കുക. സ്വന്തം കുടുംബത്തിലുള്ള തന്നെയായിരിക്കണം, സ്വന്തം അച്ഛനും അമ്മക്കും ഉമ്മക്കും ഉപ്പക്കും ഒക്കെ ഉള്ളതായിരിക്കണം. അപ്പോൾ മറ്റു ബന്ധുക്കളെ ആരെയും കൂട്ടണ്ട. ഓക്കെ. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ ഒന്നും കൂടെ പറയുന്നത്, ആദ്യം പറഞ്ഞത് കണ്ണുകളെ എണ്ണാണ്. അതിൻ്റെ കൂടെ വീട്ടിലുള്ള ആൺകുട്ടികളെ എണ്ണം കൂടെ നമ്മളെടുത്ത്
അപ്പോൾ രണ്ട് നമ്പർ നമ്മളെ കയ്യിലുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടുക, ഏഡ് ചെയ്യുക, യെസ്, പ്ലസ് ചെയ്യുക. അപ്പോൾ ആ രണ്ട് നമ്പറും നമ്മൾ കൂട്ടി. ഇനി ആ കിട്ടിയ ഉത്തരം, നമുക്ക് ആ രണ്ട് സംഖ്യകളും കൂട്ടിയിട്ട് ഒരു ഉത്തരം, പുതിയൊരു ഉത്തരം കിട്ടിയല്ലോ, അത് ഇരട്ടിയാക്കുക. ഇരട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കുക, ഡബിൾ ആക്കുക. അതറിയാലോ, യെസ്. കിട്ടിയ ഉത്തരത്തെ ഡബിൾ ആക്കുക, ഇരട്ടിയാക്കുക. അപ്പോൾ ഉത്തരം മാറി, പുതിയ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. യെസ്. ഇനി ഒന്ന് വലത് കൈ കൊണ്ടൊന്ന് നിങ്ങളെ മൂക്ക് തൊടുക. മറ്റൊന്നല്ല, നിങ്ങൾക്ക് എത്ര മൂക്കുണ്ട്, നേരത്തെ നിങ്ങൾക്ക് എത്ര കണ്ണുണ്ടെന്ന് ചോദിച്ചില്ല, അതുപോലെ നിങ്ങളെ മൂക്കിന്റെ എണ്ണമാണ് ചോദിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മൂക്കിന്റെ ദ്വാരമല്ല ഞാൻ ചോദിച്ചത്, മൂക്കാണ്, മൂക്ക്. യെസ്. ആ മൂക്കിന്റെ എണ്ണവും കൂടെ അവസാനം കിട്ടിയ ഉത്തരത്തിന്റെ കൂടെ കൂട്ടുക. നമ്മൾ ഓരോ ഘട്ടത്തിലും ഉത്തരം മാറി മാറി വരുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, ആദ്യം കണ്ണുകളുടെ എണ്ണം, അതിന്റെ കൂടെ വീട്ടിലുള്ള ആൺകുട്ടികളുടെ എണ്ണം കൂട്ടി ഉത്തരം മാറി. പിന്നെ അത് ഡബിളാക്കി, കിട്ടിയ ഉത്തരം പിന്നെയും ഡബിളാക്കി, വീണ്ടും ഉത്തരം മാറി വന്നു. ആ മാറി വന്ന പുതിയ ഉത്തരത്തിന്റെ കൂടെയാണ് നമ്മൾ മൂക്കിന്റെ എണ്ണം കൂട്ടുന്നത്. യെസ്, ഏഡ് ചെയ്യുക. ഈ നമ്പർ ഏഡ് ചെയ്യുക. മൂക്കിന്റെ എണ്ണം ശ്രദ്ധിക്കുക, മൂക്കിന്റെ ഹോൾസ് അല്ല, മൂക്ക്. യെസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഏത് കൈ കൊണ്ടായിരുന്നു മൂക്ക് തൊട്ടത്? ഞാൻ ഈ കൈ കൊണ്ടായിരുന്നു തൊട്ടത്. ആ കൈ ഒന്ന് നിവർത്തിപ്പിടിക്കുക, ശരിക്കും നിവർത്തിപ്പിടിക്കുക. അപ്പോ കൈവിരലുകൾ വളരെ വ്യക്തമായി നമുക്ക് കാണാം. അപ്പോ നിങ്ങൾ മൂക്ക് തൊട്ട കൈയിന്റെ വിരല് കൊണ്ട് എത്രയുണ്ടോ ആ നമ്പർ, ഇതാ ഇവിടെ തന്നെ നിങ്ങൾക്ക് നമ്പർ കാണാമല്ലോ, ആ നമ്പർ കൊണ്ട് അവസാനം കിട്ടിയ ഉത്തരത്തെ മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. അറിയാമോ? അപ്പോൾ ഇതുകൊണ്ട് ഗുണിക്കാൻ വളരെ എളുപ്പമല്ലേ? ഇത് വളരെ ചെറിയ ക്ലാസ്സിനെ നമ്മൾ ഈസി ആയിട്ട് പഠിച്ചല്ലേ. യെസ്. അവസാനം കിട്ടിയ ഉത്തരത്തെ നിങ്ങൾ മൂക്ക് തൊട്ട കൈയിന്റെ വിരല് കൊണ്ട് ഗുണിക്കുക, വിരലിന്റെ എണ്ണം കൊണ്ട് ഗുണിക്കുക. ഇനി നമ്മൾ നേരത്തെ ആൺകുട്ടികളെ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ, വീട്ടിലുള്ള പെൺകുട്ടികളെ കാര്യം അന്നേരം നോക്കിയിട്ടില്ല. ഇതെപ്പോഴും ഇങ്ങനെയാവും, ആൺകുട്ടികളെ കാര്യം നോക്കും, പെൺകുട്ടികളെ മറന്നു പോകും. ഓക്കെ, ഇത് മറന്നതല്ല, ഇത് രണ്ടാം ഘട്ടത്തിൽ നമുക്കിനി അടുത്ത ഗേൾസിന്റെ എണ്ണം, അതായത് വീട്ടിലുള്ള പെൺകുട്ടികളുടെ എണ്ണം. അപ്പൊ ഇത് കേൾക്കുന്ന ആള് പെൺകുട്ടിയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇയാൾ ഉൾപ്പെടെ എത്ര ചേച്ചിമാരും അനിയത്തിമാരും ആയിട്ട് എത്ര പേരുണ്ട്? അപ്പോഴേയും നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്, സ്വന്തം അച്ഛനും അമ്മക്കും ഉള്ള മക്കളായിരിക്കണം. അതായത് വീട്ടിലുള്ള ഗേൾസിന്റെ എണ്ണം. അപ്പോ ബോയ്സ് എന്താ നോക്കേണ്ടത്? അവർക്കും ചേച്ചി അനിയത്തിയായിട്ട് ഗേൾസ് ഉണ്ടാവുമല്ലോ. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, നമുക്കറിയില്ല. യെസ്, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്പർ കൂട്ടുമ്പോൾ ബോയ്സിന്റെ കൂട്ടണ്ട. പക്ഷെ ഇവിടെ ഗേൾസിന്റെ നമ്പർ കൂട്ടുമ്പോൾ ആ ഇത് കേൾക്കുന്ന കുട്ടി ഒരു ഗേൾ ആണെങ്കിൽ അവരുൾപ്പെടെ എത്ര പെൺകുട്ടികളുണ്ട് മറന്നു വരുന്നത്. യെസ്, അതും കൂടെ കൂട്ടുക. അപ്പൊ നമ്മൾ അവസാനം കിട്ടിയ ഉത്തരത്തിന്റെ കൂടെ അതും കൂടെ കൂട്ടുക. യെസ്. ഇപ്പോ നിങ്ങളെ കയ്യിൽ ഒരു നമ്പർ, പുതിയൊരു ഉത്തരം വന്നു കഴിഞ്ഞു. ആ ഉത്തരം ഒരു 2 അക്ക സംഖ്യയായിരിക്കും. അപ്പോൾ ആ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ വീട്ടിൽ നിങ്ങൾ എത്ര മക്കളുണ്ടെന്നും ആൺകുട്ടികൾ എത്രയുണ്ടെന്നും പെൺകുട്ടികൾ എത്രയുണ്ടെന്നും പറയാൻ പറ്റും. അപ്പോ നിങ്ങൾ മുമ്പിൽ ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങാം. ഇതാ, ചില കുട്ടികൾ, ചിലര് 26 ആണ് അവർക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. 26. അപ്പോൾ 26 എന്ന് പറയുന്ന കുട്ടികൾ ചിലപ്പോൾ കൂടുതലുണ്ടാവും. നിങ്ങളെ ഉത്തരം 26 ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഒരൊറ്റ പെൺകുട്ടിയാണ്, സഹോദരങ്ങൾ ആരുമില്ല. ചേച്ചിയായിട്ടോ അനിയനായിട്ടോ ഏട്ടനായിട്ടോ അനിയത്തിയായിട്ടോ ആരുമില്ല. ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ് നിങ്ങളെ വീട്ടിൽ, അത് നിങ്ങളാണ്. ഇനി ചിലപ്പോ 27 ആണ് പറഞ്ഞതെങ്കിൽ, യെസ്, അടുത്ത ആള് 27 ആണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ 2 പെൺകുട്ടികൾ മാത്രമാണ്, സഹോദരന്മാരാരുമില്ല, ആങ്ങളമാരാരുമില്ല. ഇനി
35 നിങ്ങളുടെ ഉത്തരവെങ്കിൽ നിങ്ങൾ ഒരാൺകുട്ടി മാത്രമാണ് വീട്ടിൽ. ഏട്ടനായിട്ടോ അനിയനായിട്ടോ ചേച്ചിയോ അനിയനോ ഒന്നും ആരുമില്ല, ഒരു ആൺകുട്ടി മാത്രം. ചിലരത് 36 36 അടികൂടാൻ 2 ആളുണ്ട്, ഒരാണും ഒരു പെണ്ണും, 2 മക്കൾ. 45 യെസ് 45, ചിലർക്ക് 45 കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ പെൺതരികളില്ല, പെൺകുട്ടികൾ ആരുമില്ല, 2 ആൺകുട്ടികൾ മാത്രം. ഇനി 37 എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഒരാണും 2 പെണ്ണും 3 മക്കൾ, അതായത് ഒരാൺകുട്ടി 2 പെൺകുട്ടി, 37 ആണ്. ഇനി 46 46 2 ആണും 1 പെണ്ണും, 47 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ഇനി 28 യെസ് 28 അവര് 3 പെൺകുട്ടികൾ മാത്രമാണ്, ആൺകുട്ടികൾ ആരുമില്ല, 3 പെൺകുട്ടികൾ മാത്രം. 29 4 പെൺകുട്ടികളാണ് അവർ, ആൺകുട്ടികൾ ആരുമില്ല. ഇനി 59 മക്കളുടെ എണ്ണം കൂടും, 4 പെൺകുട്ടികളും അതുപോലെ 3 ആൺകുട്ടികളും. പക്ഷേ ഇപ്പോഴുള്ള അമ്മമാരോ അത്രത്തോളം പ്രസവിക്കാൻ, അതായത് മക്കൾക്ക് ജന്മം കൊടുക്കാൻ സാധ്യതയില്ലാത്തതിനാൽ മിക്കവാറും 1, 2, 3 കൂടി വന്നാൽ 4, അതിൻ്റെ അപ്പുറം ഒന്നും ഇപ്പോൾ സാധാരണഗതിയിൽ ഒരമ്മയും പ്രസവിക്കാൻ നിൽക്കില്ല എന്നുള്ളത് കൊണ്ട്. എന്നാൽ മുൻകാലങ്ങളിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഉദാഹരണത്തിന് എൻ്റെ കാര്യം തന്നെ 10 മക്കളായിരുന്നു ഞങ്ങൾ, അമ്മ പ്രസവിച്ചത് 10 മക്കളാണ്. പക്ഷെ ജീവനോട് അവശേഷിച്ചത് 5 പേര് മാത്രമാണ്. അത് അന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. എൻ്റെ ബാല്യകാലം 60കളിലായിരുന്നു. 1960 എന്ന് പറഞ്ഞാൽ ശരിക്കും പട്ടിണിയുടെ കാലമാണ്, ദാരിദ്ര്യത്തിന്റെ കാലം. അരിയോ അത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലത്ത്, ബാല്യകാലത്ത് കുട്ടികളായിരുന്ന ഇന്നത്തെ വൃദ്ധന്മാർക്കറിയാം അതൊരു പട്ടിണി ദാരിദ്ര്യത്തിന്റെ കാലമായിരുന്നു. ഭക്ഷണം കിട്ടാതെ തന്നെ പകുതി ജീവനും ഒടുങ്ങിപ്പോകുന്നത്. അത് എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല, ഏതാണ്ട് എല്ലാ കുടുംബത്തിലും അക്കാലത്ത് അമ്മമാര് പ്രസവിക്കുന്ന മക്കളിൽ പകുതി പേരെ കിട്ടിയാലായിരുന്നു. അപ്പോൾ അസുഖം വന്നിട്ടില്ല, ഭക്ഷണം കിട്ടാൻ പോഷകാഹാരക്കുറവ് കൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ ചെറിയൊരു ചിലർക്ക് തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യത ഞാനെന്ന് പറഞ്ഞുതരാം. പെൺകുട്ടികളുടെ എണ്ണം 4 കൂടുതലുണ്ടെങ്കിൽ ഈ മാജിക് ഇവിടെ വർക്കാവില്ല. ഉദാഹരണത്തിന് 5 പെൺകുട്ടികളുള്ള ഒരു കുടുംബത്തിനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് ഇവിടെ അപ്ലൈ ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതേ അവസരത്തിൽ ആൺകുട്ടികളുടെ എണ്ണം 7 വരെ ആവാം. 8 ആയാൽ എന്തായാലും 7 കൂടുതലൊന്നും ആൺകുട്ടികൾ ഉണ്ടാവില്ലല്ലോ. ചില കുടുംബത്തിൽ ചിലപ്പോൾ 4 കൂടുതൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അതും ഇവിടെ വർക്കാവില്ല. പക്ഷെ ഇന്നത്തെ തലമുറയിലുള്ള എല്ലാവർക്കും, അതായത് ഇന്നത്തെ കുട്ടികളായിരിക്കുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഈ മക്കളെണ്ണം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാജിക്ക് എല്ലാവരിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ് ഒന്നുകൂടെ ആവർത്തിക്കാം, സ്പീഡിൽ ഒന്നുകൂടെ പറയാം ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. മുമ്പിൽ എത്ര പേരിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് അവരുടെ കണ്ണുകളാണ്. ഓരോരുത്തർക്കും, മൊത്തത്തിലല്ല, ഓരോരുത്തർക്കും എത്ര കണ്ണുണ്ട്. അവിടെ പറയുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണഗതിയിൽ ഈ ഭിന്നശേഷി എന്ന് പറയുന്ന നമ്മളെ ഏതെങ്കിലും ഉദാഹരണത്തിന് കണ്ണ്, സാധാരണഗതിയിൽ എല്ലാവർക്കും 2 കണ്ണുകൾ എന്നുള്ള നിലക്കാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഈ മാജിക് ഡിസൈൻ ചെയ്തത് അങ്ങനെയാണ്. അതുപോലെ കൈവിരലിന്റെ എണ്ണം 5 എന്നുള്ളത് അപൂർവം ചിലർക്ക് വിരലിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരാറുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ കാണാറില്ല എന്നുള്ളതുകൊണ്ട് കോമൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെ 1-2 സ്ഥലത്ത് ഇത് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് എന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പെട്ടെന്ന് പറയാം. ആദ്യം കണ്ണുകളുടെ എണ്ണം, അതിൻ്റെ കൂടെ വീട്ടിലുള്ള ആൺകുട്ടികളുടെ എണ്ണം കൂട്ടുക. ആ രണ്ടും കൂടി കൂട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ ഉത്തരം ഡബിളാക്കുക. ആ ഡബിളാക്കി കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ മൂക്കിൻ്റെ എണ്ണം കൂട്ടുക. മൂക്കിൻ്റെ എണ്ണം കൂട്ടി ഉത്തരം മാറിക്കഴിഞ്ഞാൽ ഏത് കൈ കൊണ്ടാണോ മൂക്ക് തൊട്ടത് അത് കൈ തുറന്ന് എത്ര വിരലുണ്ട് എന്ന് പരിശോധിക്കുക. ആ വിരലുകളുടെ എണ്ണം കൊണ്ട് അവസാനം കിട്ടിയ ഉത്തരത്തെ മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. അങ്ങനെ ഗുണിച്ച് കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ വീട്ടിലുള്ള പെൺകുട്ടികളുടെ എണ്ണം കൂട്ടും. അങ്ങനെ കിട്ടുന്ന ഉത്തരം എത്രയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായും ആ കിട്ടുന്ന ഉത്തരം 2 അക്ക സംഖ്യയായിരിക്കും എപ്പോഴും. അപ്പോൾ അതുപോലെ അതിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതിൻ്റെ സൂത്രം ഞാൻ ഇപ്പം പറയില്ല, കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കത് കണ്ടെത്താനുള്ള ഒരു അവസരമാണ്. ഞാൻ ഈ പറഞ്ഞ ഉത്തരങ്ങൾ ചാർട്ട് ചെയ്താൽ തന്നെ എങ്ങനെയാണ് ആ ഉത്തരം കിട്ടുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഇത് കൃത്യമായി ആൾജിബ്ര എന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആൾജിബ്രയാണ്, അക്ഷരഗണിതമാണ്. അപ്പോൾ ആൾജിബ്രയുടെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് മുഷിപ്പ് വരുമ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ചെന്ന് അവരെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന മാജിക്കും കൂടിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് മാജിക്, ഇതിൻ്റെ സൂത്രം എന്താണെന്ന് ഇപ്പം പറയാത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സ്വന്തം കണ്ടെത്താനുള്ള ഒരു സമയം തരികയാണ്. അപ്പോൾ തൊട്ടടുത്ത വീഡിയോ തന്നെ ഞാൻ അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരുന്നതെന്നും ഏത് പാഠഭാഗവുമായിട്ട് എങ്ങനെയാണ് കൃത്യമായി ബന്ധപ്പെടുന്നതെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ചാനൽ പുതുതായി കാണുന്നവർ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട്, നിങ്ങൾ ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും പ്രോത്സാഹനം തന്നെയാണ്, അതുപോലെ രക്ഷിതാക്കളുടെയും. അപ്പോൾ കൂടുതൽ വീഡിയോ എടുക്കാനും നിങ്ങളിലേക്ക് എത്തിക്കാനും, അപ്പോൾ ഗണിതത്തെ ഒന്ന് ലളിതമാക്കുക, രസകരമാക്കുക, അത് ഗണിതം പഠിക്കുന്നത് ഒരു ആവേശം ഉണ്ടാക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കുക. നമ്മൾ സാധാരണഗതി പറയുന്നതാണ് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഗണിതം. അതിനെ എങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കാം എന്നുള്ളതിൻ്റെ അന്വേഷണത്തിലാണ് ഞാൻ. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.